മനുഷ്യൻ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. എന്നാണോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അന്നു മുതൽക്ക് തന്നെ ദൈവം പറയുകയുണ്ടായി, നീ എന്നോട് കരഞ്ഞു വിളിക്കുകയും എന്നെ പുകഴ്ത്തി പറയുകയും ചെയ്തില്ലെങ്കിൽ നിനക്ക് ഭക്ഷണം തരില്ല എന്ന്. അന്ന് തുടങ്ങിയതാണ് ഈ ദൈവത്തോടുള്ള വിളി. അതിനുശേഷം കിലോമീറ്ററുകളോളം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്പം വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ ദൈവത്തോട് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഘോര വനങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ അവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കാണുന്ന കോപ്രായങ്ങൾ എന്തിനു വേണ്ടിയാണ്? നിങ്ങളൊന്ന് കാണുക. ദൈവത്തിനോടൊപ്പം തന്നെ പിശാചിനും ശക്തി ഉണ്ടായിരുന്നു. ദൈവത്തെ എത്രമാത്രം പുകഴ്ത്തുന്നു അത്രത്തോളം തന്നെ പിശാചിനെയും അവർ ഭയപ്പെടുന്നു. പിശാച് എന്നത് പ്രകാശം നമ്മൾ എന്ന് കണ്ടുപിടിച്ചോ അന്ന് തന്നെ പിശാച് ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ഇന്നാർക്കും പിശാചിനെ ഭയമില്ല. എന്നാൽ ദൈവം എന്ന ശക്തി ഇന്ന് വരെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അതിൽ വിശ്വസിച്ചേ പറ്റൂ. എന്നാൽ ഈ കാണുന്ന കോപ്രായങ്ങൾ ദൈവത്തിൽ നിന്നും എന്തൊക്കെയെ നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സൃഷ്ടികർത്താവിന് നമുക്കെന്തെങ്കിലും തരണമെങ്കിൽ ഇതുപോലുള്ള തുപ്പലുകൾ മുഖത്ത് ഏറ്റുവാങ്ങേണ്ടതുണ്ടോ? ഇത് മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന അനാചാരങ്ങൾ എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യനെ എത്രമാത്രം അന്ധതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഈ ആധുനിക കാലത്ത് പോലും ഈ മനുഷ്യന് ഇത്രയും വെളിച്ചം കേറിയിട്ടില്ല എങ്കിൽ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്?